വാർത്തകൾ വിശദമായി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാരിന്റെ നീക്കത്തെ ശക്തമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ടു. ഈ രാഷ്ട്രീയ ഒത്തുചേരലിന്റെ ഭാഗമായാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. CPM-ന് ഘടകകക്ഷിയായ CPI-യേക്കാൾ വലുതാണ് BJP എന്ന് തെളിയിക്കുന്നതാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ, സുപ്രധാന ഘടകകക്ഷിയായ CPI-യുടെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് CPI ഏത് CPI എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പോലും അറിയാതെ, മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിയിൽ അയച്ച് PM ശ്രീ പദ്ധതിയിൽ CPM ഒപ്പുവെപ്പിച്ചത്. ഈ പണ്ട് CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. ഞങ്ങൾ പറഞ്ഞു, പണം മേടിക്കുന്നതിലല്ല കുഴപ്പം, RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല. ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം. കോൺഗ്രസ് അതിശക്തമായി ഈ PM ശ്രീ പദ്ധതിയുടെ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതിന് അതിശക്തമായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള, സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇത് കുറച്ച് സ്കൂളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ രണ്ടു തരം സ്കൂളുകൾ വരിക. NEP-യെ അടിച്ചേൽപ്പിക്കുകയാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ, പുതിയ പോളിസിയെ. ഇതിനൊന്നും ഒരു തരത്തിലുള്ള, ഇതെല്ലാം വലിയ വീരവാദം മുഴക്കിയതാണ് നേരത്തെ. ഇതുപോലെ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി, അത് കേന്ദ്ര സർക്കാരിന്റെ പേര് എഴുതി വെക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി മുഴക്കിയത്. ഇപ്പോ 1.5-2 കൊല്ലം പണം മേടിക്കാതെ ഇപ്പൊ പണം മേടിച്ചാൽ അതിപ്പോ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും എല്ലാ സംഘടനകളും അതിശക്തിയായി ഇതിനെ എതിർത്തു. CPM ഇതിനെ എതിർത്തു. CPM കേന്ദ്ര കമ്മിറ്റി അതിനെതിരായ നിലപാടെടുത്തു. CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ട് പോലുമാണ് CPM ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ PM ശ്രീ പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട്, ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി, ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത്. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. കാരണം CPM-ന് ഇപ്പോൾ CPI-യേക്കാൾ വലുതാണ് BJP എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. രണ്ടാമത്തെ സുപ്രധാനമായ ഘടകകക്ഷിയായ CPI-യേക്കാൾ വലുതാണ് CPM-ന് കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് CPM BJP ബാന്ധവത്തെ പറ്റിയുള്ള നിരവധിയായ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ്. ഈ CPM BJP ബന്ധമെന്ന ഞങ്ങളുടെ ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഈ തീരുമാനമെന്ന് VD സതീശൻ പറഞ്ഞു. CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. RSSന്റെ രാഷ്ട്രീയ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. പദ്ധതിക്ക് പണം വാങ്ങുന്നതിൽ തെറ്റില്ല, എന്നാൽ രാഷ്ട്രീയ അജണ്ട കൂടി അംഗീകരിച്ചുകൊണ്ട് പണം വാങ്ങുന്നതിലാണ് പ്രശ്നം. എന്നാൽ ഒരു ഡിസന്റ് നോട്ട് പോലും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. തുടക്കം മുതൽ PM ശ്രീ പദ്ധതിയെ ശക്തമായി എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. സംസ്ഥാനങ്ങൾക്ക് മേലെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണിതെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയത്തിൽ സ്റ്റേറ്റിനാണ് അധികാരം. അതിൽ കേന്ദ്രത്തിന്റെ നിലപാട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഈ ലിസ്റ്റിൽപ്പെട്ടതാണ് വിദ്യാഭ്യാസം. കുറച്ച് സ്കൂളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് 2 തരത്തിലുള്ള സ്കൂളുകൾ വരികയാണ്. ദേശീയ വിദ്യാഭ്യാസ നയവും അടിച്ചേൽപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെയായിരുന്നു ആയുഷ്മാൻ ആരോഗ്യ പദ്ധതിയും. കേന്ദ്ര സർക്കാരിന്റെ പേര് എഴുതിവെക്കാൻ വേറെ ആളെ നോക്കിയാൽ മതിയെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീരവാദം മുഴക്കിയത്. 2 കൊല്ലം പണം വാങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. എല്ലാ സംഘടനകളും
PM ശ്രീ പദ്ധതിയെ എതിർത്തിരുന്നു. CPM എതിർത്തു. CPM കേന്ദ്ര കമ്മിറ്റി എതിർത്തു. കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ടാണ് ഇപ്പോൾ CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭ ഇപ്പോൾ ഏകപക്ഷീയമായ തീരുമാനമെടുത്തത്. പ്രതിപക്ഷത്തോടോ മുന്നണിയിലെ ഘടകകക്ഷികളോടോ പോലും അഭിപ്രായം ചോദിച്ചിട്ടില്ല. മുന്നണി മര്യാദ പോലും പാലിക്കാതെയാണ് സർക്കാരിന്റെ നീക്കമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിൽ കടുത്ത അമർഷവുമായി CPI. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെല്ലാം പരസ്യമായി അവരുടെ പ്രതിഷേധം പങ്കുവച്ചു. CPIയുടെ കടുത്ത എതിർപ്പിനെ വകവയ്ക്കാതെയാണ് കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. ഇന്നലെയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. സംസ്ഥാനത്തിന് വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഇതോടെ തടഞ്ഞുവെച്ച 1500 കോടിയുടെ SSK ഫണ്ട് ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകി. 3 തവണ മന്ത്രിസഭയിലടക്കം CPI എതിർത്തുന്നയിച്ച പദ്ധതിയിലാണ് കേരളം ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ഇതാണ് CPI കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കാരണം. പിണറായി വിജയൻ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ രൂക്ഷ വിമർശനവുമായി KSU രംഗത്തു വന്നു. കേരളത്തിന്റെ വരും തലമുറയോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പാതുകമാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വഴി കേരളം ചെയ്തിരിക്കുന്നത്. വരും തലമുറ സവർക്കറേയും അതേപോലെ ഗോൾവർക്കറേയും പോലെയുള്ള സംഘപരിവാർ നേതാക്കന്മാരെ ഇന്ത്യൻ രാഷ്ട്രീയ സമരത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കന്മാരാണ് എന്ന് ഒരു പക്ഷേ വരും തലമുറ പഠിക്കേണ്ടുന്ന സാഹചര്യം വരുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഇത്തരത്തിലുള്ള PM ശ്രീ പദ്ധതിയിലൂടെ ഒപ്പിട്ടത് വഴി സാധ്യമാവുകയാണ്. ഇത് വലിയ രീതിയിലേക്കുള്ള വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിലുള്ള കീഴടങ്ങലാണ്. ഈ PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് വഴി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വിറ്റിരിക്കുകയാണ് പിണറായി വിജയൻ. അതിൽ നിന്ന് ഒരിക്കലും ഈ പിണറായി സർക്കാരിനോ ഈ കേരളത്തിലെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിന്റെ മുഴുവൻ പാപഭാരവും പിണറായി വിജയന്റെ മേൽ തന്നെയാണ്. ഇതൊരു വലിയ ഡീലിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചു, ഒരു വലിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് 2022 രാജ്യത്ത് ആരംഭം കുറിച്ച PM ശ്രീ പദ്ധതി 3 വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ ഒപ്പിടുന്നത്. നമുക്കറിയാം CPMന്റെ മധുര പാർട്ടി കോൺഗ്രസിൽ വളരെ വിപുലമായി അവർ ചർച്ചകൾ നടത്തിയ ഒരു വിഷയമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം. അതിൽ അവർ പറഞ്ഞിരുന്നത് PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഒളിച്ചു കടത്തുന്നതിനുള്ള ഒരു ഉപാധിയാണ് PM ശ്രീ പദ്ധതി എന്ന് CPMന്റെ മധുര പാർട്ടി കോൺഗ്രസ് അവർ പ്രമേയം ഉൾപ്പെടെ അവതരിപ്പിച്ചതാണ്. എന്നാൽ ഇന്ന് കുറേയേറെ നാളുകൾക്ക് ശേഷം അവർ അത് നടപ്പിലാക്കുന്നത് വഴി ദേശീയ വിദ്യാഭ്യാസ നയത്തെ തന്നെയാണ് കേരള സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുടെ പോർട്ടൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NEP 2020 നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടൂളാണ് PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. നമുക്കറിയാം 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ് 5 വർഷ കാലാവധിയിലേക്കാണ് പറയുന്നത്. 5 വർഷത്തിന് ശേഷം എന്താണെന്ന് പറയുന്നില്ല. അതായത് 5 വർഷത്തിന് ശേഷം ഈ പദ്ധതി ഒരുപക്ഷെ പൂർണ്ണമായി കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ ബാധ്യതകളായി മാറുന്നു എന്ന് പറയുമ്പോൾ, അതായത് കേന്ദ്ര പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി, കേന്ദ്രത്തിന്റെ നിലപാടുകൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ RSSന്റെ അജണ്ടകളെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു ലാബ് സ്കൂളുകളായി, അതായത് PM ശ്രീ സ്കൂളുകൾ എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലാബ് സ്കൂളുകളായി നമുക്ക് കണക്കാക്കാം. അതായത് PM ശ്രീ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾ എന്ന് പറയുന്നത് അത് തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഉന്നത ഗുണനിലവാരം പുലർത്തുന്ന അക്കാദമിക് തലത്തിലും മറ്റു തലങ്ങളിലുമെല്ലാം മികച്ച ഉയർന്നു നിൽക്കുന്ന സ്കൂളുകളെയാണ് PM ശ്രീ സ്കൂളുകളുടെ പട്ടികയിലേക്ക് അവർ തിരഞ്ഞെടുക്കുന്നത്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ സ്കൂളുകളെ കേന്ദ്രത്തിന് വിൽക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴി. അതിനുശേഷം അതിന്റെ കരിക്കുലം ഫ്രെയിം ചെയ്യേണ്ടത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അവർക്ക് അവിടെ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അതായത് PM ശ്രീ സ്കൂളുകളായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളെ ലീഡ് സ്കൂളുകൾ എന്നറിയപ്പെടുകയും അവരുടെ കരിക്കുലം, അവരുടെ അധ്യാപകരുടെ ട്രെയിനിങ് ഉൾപ്പെടെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് RSSന്റെ അജണ്ട വിദ്യാഭ്യാസ മേഖലയിലേക്ക് നടപ്പിലാക്കുകയാണ്. അത് യാതൊരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. വലിയ രീതിയിലേക്ക് ഈ വരും തലമുറയോട് ചെയ്തിരിക്കുന്ന ഒരു പാതകമായി KSU ഇതിനെ നോക്കിക്കാണുകയാണ്.